വെൽക്കം ബാക്ക് ടു Onevestor. ഇന്നത്തെ എപ്പിസോഡിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നിങ്ങൾ എന്തുകൊണ്ട് മറ്റുള്ളവരുടെ പോർട്ട്ഫോളിയോ ട്രാക്ക് ചെയ്യരുത്, അല്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ബൈ ചെയ്യുന്നു സെല് ചെയ്യുന്നു എന്നനുസരിച്ചിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കണം എന്നുള്ളതാണ്. ഞാൻ എൻ്റെ ഒരു പ്രീവിയസ് എപ്പിസോഡിൽ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ട് ഞാൻ സ്റ്റോക്ക് റെക്കമെൻഡേഷൻസും സ്റ്റോക്ക് ടിപ്സും പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നുള്ളത്. ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. മറ്റൊരാൾ എന്ത് ബൈ ചെയ്യുന്നു സെല് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിട്ട് നിങ്ങളൊരു ഡിസിഷൻ എടുക്കലെന്ന് പറയാൻ കാരണം മറ്റൊന്നുമല്ല, വേറൊരാൾ ബൈ ചെയ്യുന്നതും സെല് ചെയ്യുന്നതായിട്ടുള്ള സ്റ്റോക്ക് അയാൾ റിസർച്ച് ചെയ്തിട്ട് അയാൾക്ക് റെലവൻ്റ് ആയിട്ടുള്ള സ്റ്റോക്സിനായിരിക്കും പോയി അയാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അതൊരിക്കലും നിങ്ങൾക്ക് റെലവൻ്റ് ആയിരിക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ, ഇപ്പം റിട്ടയർ ചെയ്ത ഒരാൾക്ക് ഒരിക്കലും നല്ല റിസ്ക് ഉള്ള ഒരു സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും അഡ്വൈസബിൾ അല്ല. പക്ഷേ ഒരു യങ് പ്രൊഫഷണലാണ്, അവരുടെ റിസ്ക് ആപ്പറ്റൈറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. സോ അവർക്ക് റിസ്ക് എടുത്തിട്ട് കുറച്ച് സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത് അഡ്വൈസബിൾ ആണ്. സോ ഓരോരുത്തരുടെയും റിസ്ക് പ്രൊഫൈലും പ്രൊഫഷനും അതുപോലെ ബിസിനസ്സും ക്യാഷ് ഫ്ലോവും ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അവർ പർച്ചേസ് ചെയ്യേണ്ടതും ചെയ്യേണ്ടാത്തതുമായിട്ടുള്ള സ്റ്റോക്സും അല്ലെങ്കിൽ സെക്ടേഴ്സും. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ ഒരു പ്രൊഫഷണൽ ട്രേഡറും അല്ല, വാല്യൂ ഇൻവെസ്റ്ററും അല്ല, അതുപോലെ റിട്ടേൺസ് കൂടുതൽ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്ന സ്റ്റോക്സിലല്ല ഞാൻ പോയി ഇൻവെസ്റ്റ് ചെയ്യുന്നത്. എനിക്ക് കുറച്ച് ബ്രാൻഡ്സിൻ്റെ പ്രിഫറൻസ് ഉണ്ട്, ഞാൻ ആ സ്റ്റോക്ക് തന്നെയാണ് ബൈയിങ്ങും സെല്ലിങ്ങും നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് ക്രെഡിബിലിറ്റി ഉള്ള ഹൈ പ്രൊഫൈൽ ഇൻവെസ്റ്റേഴ്സ് ആരും അവരുടെ പോർട്ട്ഫോളിയോ ഡിസ്ക്ലോസ് ചെയ്യാതെ. പക്ഷേ നിങ്ങൾക്ക് നെറ്റ് നോക്കിയാൽ കാണാം, കുറേ പേര് വാല്യൂ ഇൻവെസ്റ്റേഴ്സ് ആണെന്ന് പറയുന്നവർ അവരുടെ പോർട്ട്ഫോളിയോ പൈസ മേടിച്ചിട്ട് സെല് ചെയ്യുന്നുണ്ട്. അതായത് നമ്മളിപ്പം സബ്സ്ക്രിപ്ഷൻ ഫീസ് കൊടുക്കുകയാണെങ്കിൽ അവരുടെ പോർട്ട്ഫോളിയോ കാണിക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു സർവീസാണ് അവർ സെല് ചെയ്യുന്നത്. സോ അവർക്കാണെങ്കിൽ ഗ്യാരണ്ടീഡ് ഇൻകം നമ്മുടെ നിന്ന് കിട്ടുകയും ചെയ്യും. നമ്മൾ അവരുടെ പോർട്ട്ഫോളിയോ കണ്ടിട്ട് പോയി അവരുടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു ഗ്യാരണ്ടി ഇല്ല ആക്ച്വലി ലോങ് ടേമിലത്തേക്ക് നമ്മൾ ബെനിഫിറ്റ് കിട്ടുമെന്നുള്ളത്. കാരണം അവർ പർച്ചേസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറഞ്ഞാൽ അവരുടെ റിസർച്ചും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടും അവരുടെ റിസ്ക് പ്രൊഫൈൽ അനുസരിച്ചായിരിക്കും അവരതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ കുറച്ച് എക്സാമ്പിൾസ് ഞാൻ സോർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒരുപക്ഷെ അറിയായിരിക്കും, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് രാകേഷ് ജുൻജുൻവാല JP അസോസിയേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിരുന്നു. സോ അയാൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ആ സ്റ്റോക്കാണെങ്കിൽ നന്നായിട്ടും കയറി. സോ ശരിക്കും അവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ന്യൂസ് വരുമ്പോഴത്തേക്ക് കുറേ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും കുറേ ബിഗിനേഴ്സും അത് കണ്ടിട്ട് പോയി വാങ്ങിക്കും. കാരണം പുള്ളി ഇൻവെസ്റ്റ് ചെയ്തതല്ലേ, അപ്പോൾ അതിലൊരു പൊട്ടൻഷ്യൽ ഉണ്ടല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. പക്ഷേ ശരിക്കും പുള്ളി ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അയാളുടെ ടോട്ടൽ നെറ്റ്വർത്തിൻ്റെ അല്ലെങ്കിൽ ടോട്ടൽ ക്യാഷിൻ്റെ 1% മാത്രമായിരിക്കും. മേ ബി അയാളുടെ ഡിവിഡൻസ് തന്നെ മതിയായിരിക്കും ഈ ഒരു കമ്പനിയുടെ മേ ബി 10% വാങ്ങിക്കാനായിട്ട്. സോ അയാളുടെ റിസ്ക് പ്രൊഫൈലും നമ്മുടെ റിസ്ക് പ്രൊഫൈലും ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും, കുറച്ച് വർഷങ്ങൾക്ക് മുമ്പാണ് സൺഫാമയുടെ ദിലീപ് ഷാങ്വി സ്വിറ്റ്സർലൻഡിൻ്റെ ഷെയർസ് വാങ്ങിച്ചിരുന്നത്. സോ അന്നും ഇതുപോലെ തന്നെ ആ ഷെയർ അങ്ങ് നന്നായിട്ട് കയറി ഈ ന്യൂസ് വന്നപ്പോഴത്തേക്ക്. പക്ഷേ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്ത് സംഭവിച്ചാൽ നിങ്ങൾക്ക് ഒരുപക്ഷെ നോക്കിയാൽ കാണാമായിരിക്കും, അത് അതുപോലെ തന്നെ താഴുകയും ചെയ്തു. കാരണം എന്താ, ആ കമ്പനി പെർഫോം ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതുപോലെ മറ്റൊരു എക്സാമ്പിളാണ്, നിങ്ങൾ ഒരുപക്ഷെ സൗത്ത് ഇന്ത്യൻ ബാങ്കിൻ്റെ ഷെയർ ഹോൾഡേഴ്സിൻ്റെ ലിസ്റ്റ് നോക്കുമ്പോൾ കാണാൻ പറ്റും യൂസഫ് അലി അതിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. സോ പുള്ളി അതിൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു പറഞ്ഞാൽ ഈ ബാങ്ക് അത്ര നല്ല ബാങ്ക് ആയിരിക്കത്തില്ല, പുള്ളിക്ക് പുള്ളിയായിട്ടുള്ള വേറൊരു റീസൺ കാണുമായിരിക്കും. ഫോർ എക്സാമ്പിൾ, പുള്ളിക്കത് ടേക്ക് ഓവർ ചെയ്യണമെന്ന് താല്പര്യം കാണുമായിരിക്കും. കാരണം സൗത്ത് ഇന്ത്യൻ ബാങ്കും ഫെഡറൽ ബാങ്കിലും പ്രൊമോട്ടേഴ്സ് ഇല്ല. സോ മെജോറിറ്റി ഷെയർ ഹോൾഡർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളില്ല. സോ മേ ബി പുള്ളിക്ക് അങ്ങനത്തെ ഒരു ഇൻട്രസ്റ്റിലായിരിക്കും പുള്ളി അതിൽ പർച്ചേസ് ചെയ്യുന്നത്. സോ അത് കണ്ടിട്ട് സാധാരണക്കാരായി നമ്മൾ പോയി വാങ്ങിക്കുവാണെങ്കിൽ നമുക്കായിരിക്കും അതിൻ്റെ അകത്ത് ലോസ് വരുന്നത്. അതുപോലെ ഒരുപക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും, കഫേ കോഫിയുടെ ഷെയർസ് ഇപ്പം ഓൾ ടൈം ലോയിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അത് കണ്ടപ്പോൾ ആക്ച്വലി എനിക്ക് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ഒരു 100 ഷെയർസ് വാങ്ങിച്ചാലോ എന്ന്. അതായത് നമ്മൾ ലോട്ടറി എടുക്കുന്ന പോലെ തന്നെ. സോ ഞാനിപ്പോൾ അത് പർച്ചേസ് ചെയ്തിട്ട് എല്ലാവരുടെ അടുത്തും പറയും ഞാൻ കഫേ കോഫിയുടെ ഷെയർ വാങ്ങിച്ചെന്ന് പറഞ്ഞാൽ ഒരിക്കലും അവർക്കത് റെലവൻ്റ് ആയിരിക്കത്തില്ല. കാരണം ഞാൻ അവിടെ റിസ്ക് എടുത്തിട്ട് ഒരു ലോട്ടറി എടുക്കുന്ന പോലെയാണ് ഞാനത് എടുക്കുന്നത്. സോ അതൊരിക്കലും വേറൊരാൾക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ മറ്റുള്ളവർ ഒരു സ്റ്റോക്ക് പർച്ചേസ് ചെയ്യുമ്പോഴും റെക്കമെൻഡ് ചെയ്യുമ്പോഴും നിങ്ങൾ ഓർക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ സ്റ്റോക്ക് അവർക്ക് മാത്രമേ ആപ്ലിക്കബിൾ ആയിട്ടുള്ളതായിരിക്കും. നിങ്ങൾക്ക് ഒരിക്കലും മറ്റൊരാളുടെ പോർട്ട്ഫോളിയോ ആ റിസ്ക് പ്രൊഫൈലോ ആയിരിക്കത്തില്ല. സോ നിങ്ങൾക്ക് താല്പര്യമുള്ള കമ്പനീസിലോ അല്ലെങ്കിൽ സ്റ്റോക്സിലോ മാത്രം പോയി ഇൻവെസ്റ്റ് ചെയ്യുക. ഈ വീഡിയോ ഇൻഫോർമേറ്റീവ് ആയിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ ഗുഡ് ബൈ, അണ്ടിൽ ദ നെക്സ്റ്റ് വീഡിയോ.